ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നീതു. ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ റോസ്റ്റ് ചിക്കൻ ആൻഡ് വെജീസ് ആണ്. അപ്പം ആ ഒരു റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അതെങ്ങനെ കുക്ക് ചെയ്തെന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 6 പീസ് തൈ കട്ട്ലറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പം തൈ കട്ട്ലറ്റ്സ് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ചിക്കൻ മേടിച്ചിട്ട് ഇതുപോലെ വലിയ പീസാക്കി മുറിച്ച് നമുക്ക് റോസ്റ്റ് ചെയ്യാനും ഈസി ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള കുറച്ച് സ്പൈസസ് ആണ്. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. അടുത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് സോൾട്ട് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.2 kg ചിക്കൻ ഉണ്ട്. അപ്പം ഞാൻ അതിനനുസരിച്ചുള്ള ഒരു 1.5 ടീസ്പൂൺ സോൾട്ട് ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവ് എന്തുമാത്രമാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സോൾട്ടും സ്പൈസസും അഡ്ജസ്റ്റ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത് നമുക്ക് വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ യോഗർട്ടാണ്. അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ യോഗർട്ടും ഒലീവ് ഓയിലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചിക്കൻ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെക്കുവാണെന്നായിരിക്കും ഒന്നുകൂടെ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1 hour വെച്ചിട്ട് നിങ്ങൾക്ക് വെജിറ്റബിളൊക്കെ ആയിട്ട് നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു കാര്യം മറന്നുപോയായിരുന്നേ, ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു 1/4 കപ്പ് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാനേ. ആദ്യമേ തന്നെ നമ്മുടെ റോസ്റ്റിംഗ് പാനിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ കുറച്ച് ഫ്രഷ് തൈം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തൈമും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 ഒനിയനും കൂടെ ഞാനിവിടെ ഡൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇടുന്നു. ഇനി അടുത്തായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ ചിക്കൻ നമ്മുടെ റോസ്റ്റിംഗ് പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോസ്റ്റ് ചിക്കന് വേണ്ടി ഞാനിവിടെ 4 പൊട്ടാറ്റോ പീസാക്കിയതും 2 ക്യാരറ്റ് പീസാക്കിയതും ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്ത് കുറച്ച് സ്പൈസസും ഒക്കെ ആയിട്ടിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ഹാഫ് ബട്ടർനട്ട് പംകിൻ പീസ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്യണ്ട. ഇതിനകത്തേക്ക് നമുക്കിനിയും ഞാനിപ്പോൾ ബോയിൽ ചെയ്ത പൊട്ടറ്റോയും ക്യാരറ്റും ഡ്രെയിൻ ചെയ്ത് വെച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 2 കോൺ ഞാൻ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, പീസാക്കിയത്. അതും കൂടി ഇതിനകത്തോട്ടേക്ക് ഇടുന്നു. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത നമുക്ക് വേണ്ടത് റോസ്മേരി. ഫ്രഷ് റോസ്മേരിയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. റോസ്മേരി നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യാം. അടുത്ത ഞാൻ ആഡ് ചെയ്യുന്നത് സ്മോക്ഡ് പാപ്രിക്ക ആണ്. ഇതാകുമ്പോൾ എരിവില്ല, അപ്പം പിള്ളേർക്കൊക്കെ എല്ലാം കഴിക്കാൻ എളുപ്പമാണ്. സോ അത് ഞാൻ ഒരു 1 ടീസ്പൂൺ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം. ഞാനിവിടെ ഒരു 3 to 4 ടേബിൾ സ്പൂൺ ഏതായാലും ഇതിനകത്ത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് റോസ്റ്റിംഗ് പാനിലേക്ക് ആഡ് ചെയ്യാം. കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓവനിലൂടെ 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 hour റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഹാഫ് വേ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചു വെക്കണം. ചിക്കൻ നന്നായിട്ട് തിരിച്ചു വെച്ചതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ് കൂടിയുണ്ട്. ആ 30 മിനിറ്റ് കൂടി നമുക്ക് നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ റോസ്റ്റ് ചിക്കൻ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ റോസ്റ്റ് ചിക്കൻ ആൻഡ് വെജീസ് ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. പങ്കിനൊക്കെ നല്ല സൂപ്പർ ആയിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ മുറിച്ച് നോക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനൊക്കെ. ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം പറയല്ല കേട്ടോ. നിങ്ങൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദെൻ പ്ലീസ് ലീവ് യുവർ കമൻറ്റ്സ് ബിലോ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.